നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഗ്രീൻ പീസ് കൊണ്ട് ഇത്ര എളുപ്പത്തിൽ നിങ്ങൾക്കൊരു കറി ഉണ്ടാക്കാൻ അറിയാവോ? ബാച്ചിലേഴ്സിനും മടി പിടിച്ചിരിക്കുന്നവർക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ അറിയോ? ഇതിനകത്ത് തേങ്ങാപ്പാൽ വേണ്ട, നമ്മളുടെ മസാലകൾ കാര്യമായിട്ടൊന്നും വേണ്ട. അപ്പോൾ പിന്നെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ഈ എളുപ്പക്കറി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1-1.25 കപ്പോളം ഗ്രീൻ പീസ് ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ. ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും ഞാനിത് കുതിർത്തിട്ടുണ്ടാവും. ഇത് നമുക്ക് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേണ്ട ഒരു വലിയ പഴുത്ത തക്കാളി ഇതുപോലെ അരിഞ്ഞതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള പച്ചമുളക് നല്ല എരിവാണ്, അതുകൊണ്ട് തന്നെ 2 എണ്ണമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം. 2-3 അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ഇതുപോലെ തന്നെ അരിഞ്ഞ് കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് നമ്മൾ കുക്ക് ചെയ്യരുത് കേട്ടോ. ആവശ്യത്തിന് പാകത്തിന് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടച്ച് വെച്ച് ഗ്രീൻ പീസ് വേവുന്നിടം വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഗ്രീൻ പീസ് വേവാനായിട്ട് ഏകദേശം എനിക്കൊരു 4 വിസിൽ വേണ്ടി വന്നു. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ബാക്കിയുള്ള വിസിലെല്ലാം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുന്ന ഗ്രീൻ പീസിൻ്റെ വേവ് അനുസരിച്ച് നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നോക്കിക്കേ, നമ്മളുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മാഷർ ഉപയോഗിച്ച് ഈ ഗ്രീൻ പീസൊക്കെ ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ കറിക്കൊരു കുറുക്കമൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു മാഷറോ അല്ലെങ്കിൽ തവിയോ യൂസ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ തന്നെ നമ്മളുടെ ഗ്രീൻ പീസൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരും. കാരണം അത്രയ്ക്ക് നന്നായിട്ട് തന്നെ നമ്മളുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ പീസൊക്കെ നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമ്മളുടെ കടുക് താളിപ്പ് മാത്രമാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ റെസിപ്പികൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം കഴിവതും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സാധാരണ നമ്മൾ കടുക് താളിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, അതായത് കുറച്ച് കടുക് ചേർത്ത് നന്നായിട്ട് ഇത് പൊട്ടിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കുക, കുറച്ച് കുഞ്ഞുള്ളി ചേർക്കുക. എല്ലാം നന്നായി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനമായി കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് നമുക്ക് നമ്മളുടെ താളിപ്പ് ഗ്രീൻ പീസ് കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ അടിപൊളിയായിട്ടുള്ള എളുപ്പക്കറിയായിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. സംഭവം വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് മസാലകളൊന്നും വേണ്ട, ദേ ഈ ഒരു രീതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കിക്കോ, നല്ല അടിപൊളിയാണ്. തേങ്ങാപ്പാലൊന്നും വേണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. തേങ്ങാപ്പാൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുവാണെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.